തെർമൽ പ്രോപ്പർട്ടീസിലെ ഹീറ്റ് എന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹീറ്റ് സപ്ലൈ ടു എ ബോഡി, ഇത് രണ്ട് വിധത്തിൽ വരാം. ഒന്ന്, ഫേസ് ചേഞ്ച് ഇല്ലാത്തപ്പോൾ. ഫേസ് ചേഞ്ച് ഇല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിക്ക് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അതൊരു സോളിഡ് ആണെങ്കിൽ സോളിഡായി തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ, ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡായിട്ട് തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ, അപ്പോൾ നമ്മൾ ഹീറ്റ് സപ്ലൈ ടു എ ബോഡി ഡെൽറ്റ ക്യൂ അല്ലെങ്കിൽ ക്യൂ എന്നൊക്കെ കാണും. ഇക്വേഷൻ വരുന്നത് MC ഡെൽറ്റ ടി എന്നാണ്. ചിലപ്പോൾ നമ്മൾ എസ് എന്ന് കാണും, സിക്ക് പകരം എസ് കാണാം. അപ്പോൾ ഫേസ് ചേഞ്ച് വരുമ്പോൾ ഇങ്ങനെ അല്ല കൊടുക്കുക. ഇപ്പോൾ ഒരു ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നു, ഇങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ മാറും. അപ്പോൾ നമ്മൾ ഫേസ് ചേഞ്ച് ഇല്ലാത്ത അപ്പോഴുള്ള കാര്യമാണ് നോക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരാണ് ചെറിയ സി എന്നുള്ളതാണ്. അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മാസിന് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ ആവശ്യമായ ഹീറ്റാണത്. അപ്പോൾ ഒരു യൂണിറ്റ് മാസിനാണ് ചെറിയ സി എന്ന് പറയുന്നത്. MC എന്ന് പറഞ്ഞാൽ തെർമൽ കപ്പാസിറ്റി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഇക്വേഷൻ വരുന്നത് MC ഡെൽറ്റ ടി എന്നാണ്. സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, MC എന്ന് പറഞ്ഞാൽ തെർമൽ അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഡെൽറ്റ ടി തരിക ഡിഗ്രി സെൽഷ്യസിലാവും. അപ്പോൾ നമുക്കത് കെൽവിൻകാക്കി മാറ്റണോ എന്നുള്ളതാണ്. നിങ്ങൾ ടെമ്പറേച്ചറിൻ്റെ കേസിൽ ഡെൽറ്റ ടി എന്നുള്ളത് ഡിഗ്രി സെൽഷ്യസ്, ഡെൽറ്റ ടി ഇൻ ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഇൻ കെൽവിൻ ആയിരിക്കും. ഏതിൽ കൊടുത്താലും കുഴപ്പമില്ല, അത് പറ്റ ഡെൽറ്റ ടീൻ്റെ സമയത്ത് മാത്രമാണ്. ഏതിലാണെങ്കിലും അത് സെയിം ആണ് ഉത്തരം വരിക. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 27 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് 28 ഡിഗ്രി സെൽഷ്യസ് ആയാൽ ഇവിടുത്തെ ഡെൽറ്റ ടി എത്രയാണ്? 1 ആണ്. പക്ഷെ ഇത് കെൽവിനിലാക്കിയാലും 300 കെൽവിൻ എന്നുള്ളത് 301 കെൽവിൻ എന്നാവും. ഇവിടെ ഈ ഭാഗം, ഇവിടെ ഡെൽറ്റ ടി എത്രയാ? 1. ഇവിടെ ഡെൽറ്റ ടി എത്രയാ? 1. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ ടി നിങ്ങൾക്ക് കെൽവിനിൽ വന്നാലും ശരി, ഡിഗ്രി അത് മൈനസ് ചെയ്താൽ കൊടുത്താൽ മതി, അത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് ഈ സീൻ്റെ യൂണിറ്റാണ്. സീൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതിന് പകരം ഞാൻ വാട്ടറിൻ്റെ സി നിങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. വാട്ടറിൻ്റെ സി നിങ്ങൾ കാണാതെ പഠിക്കുക. അപ്പം ഞാൻ ഇനി ഓരോന്നിൽ പറയുകയാണ് ഈ സി വാട്ടറിൻ്റെ യൂണിറ്റ്. ഒന്നാമത്തെ യൂണിറ്റ് വരുന്നത് 1 കലോറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. നിങ്ങൾ സീൻ്റെ അവിടെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്ന ചോദ്യത്തിലെ മാസ് ഗ്രാമിലാണെങ്കിലാണ്. അല്ലെങ്കിൽ തന്ന മാസിന് ഗ്രാമിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സി എന്നുള്ള അവിടെ 1 കലോറി 1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ക്യൂ കലോറിയിലായിരിക്കും. ഹീറ്റിൻ്റെ SI യൂണിറ്റ് ജൂളാണ്, അല്ലെങ്കിൽ കലോറി വരാം. കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. അപ്പോൾ ഇത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 2 എണ്ണം. മാസ് ഗ്രാമിലാവണം, കിട്ടുന്ന ക്യൂ കലോറിയിലുമായിരിക്കും. അല്ലെങ്കിൽ ഇതിനെ തന്നെ ജൂളിലാക്കാം. ഇപ്പോൾ നമ്മൾക്ക് പല യൂണിറ്റുകൾ ക്വസ്റ്റ്യനിൽ തരും, പക്ഷെ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ജൂളിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ
1 കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.2 ജൂളാണ് പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ്. സീൻ്റെ അവിടെ ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് കൊടുക്കുന്ന വാല്യൂ 4.2 ആണെങ്കിൽ മാസ് ഏതിലാവണം? ഗ്രാമിലാവണം. അപ്പോൾ കിട്ടുന്ന ക്യൂ ഏതിലാവും? ജൂളിലാവും. അല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് കിലോഗ്രാമിലാക്കാം. അപ്പോൾ 1 കിലോ കലോറി പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? ആ മാസ് നമ്മൾ കൊടുക്കേണ്ടത് മാസ് ഏതിലാവും? കിലോഗ്രാമിലാവും. അപ്പോൾ കിട്ടുന്ന ക്യൂവോ അത് കിലോ കലോറിയിലാവും. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ജൂളിൽ മാറ്റിയാൽ 4.2 കിലോ ജൂൾ ഡിവൈഡഡ് ബൈ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ മാസ് കിലോഗ്രാമിലാണ്, കിട്ടുന്ന ക്യൂ കിലോ ജൂളിലായിരിക്കും. അപ്പോൾ ഇതേപോലെ ഞാൻ ഐസിൻ്റെ നിങ്ങളോട് പറയുകയാണ്. ഐസിൻ്റെ സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ കലോറി പെർ ഗ്രാമിലുള്ള വാല്യൂ 0.5 ആണ്. ബാക്കി നിങ്ങൾ പറയുകയാണെങ്കിൽ 0.5 കലോറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 4.2 ജൂൾ പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ 0.5 കിലോ കലോറി പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ 0.5 കിലോ ഇൻറ്റു 4.2 കിലോ ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിൽ വെക്കണം. എങ്ങനെയാണ് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാക്കാം. ഇവിടെ വാട്ടർ ആണ് മാസ് തന്നത്. വാട്ടറിന്റെ മാസ് 10 ഗ്രാം ആണെന്ന് തന്നു. ടെമ്പറേച്ചർ നമുക്ക് കൂട്ടേണ്ടത് 50 ഡിഗ്രി സെൽഷ്യസ് നിന്ന് മാറി 60 ഡിഗ്രി സെൽഷ്യസ് ആവണം. അതിന് വേണ്ട ഡെൽറ്റ ക്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് 50 to 60 എന്ന് പറഞ്ഞാൽ അവിടെ ഫേസ് ചേഞ്ച് ഉണ്ടാവില്ല. കാരണം അത് ബോയിൽ ചെയ്യണമെങ്കിൽ 100-ൽ എത്തണം. അപ്പോൾ അവിടെ ഫേസ് ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു MC ഡെൽറ്റ ടി എന്ന ഇക്വേഷൻ കൊടുക്കാം. അവിടെ മാസ് 10 ഗ്രാമിലാണ്. അതുകൊണ്ട് ഞാൻ സീന് 1 എന്ന് കൊടുത്തു. സീൻ്റെ വാല്യൂ കൊടുത്തത് 1 ആണ്. ഡെൽറ്റ ടി വരുന്നത് 10 ആണ്. 10 ആണ് ഡെൽറ്റ ടി വരിക. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടുക അറിയോ? 100. ഇതിൻ്റെ യൂണിറ്റോ കലോറിയിലാണ്. 1 എന്ന് കൊടുത്താൽ കലോറിയിലാണ്. അല്ലെങ്കിൽ 100 ഇൻറ്റു കലോറി കിട്ടിയാൽ പിന്നെ ജൂളാക്കാൻ സുഖം. 4.2 ജൂൾ ഈക്വൽ ടു 420 ജൂൾ. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരിക. ഇനി നമുക്കിതൊന്ന് മാറ്റാം. ഐസിന്റെ മാസാണ് നമുക്ക് 10 ഗ്രാം തന്നത്. -50 ഡിഗ്രി സെൽഷ്യസ് ഇതിനെ ഹീറ്റ് ചെയ്തിട്ട് -30 ഡിഗ്രി സെൽഷ്യസിൽ കാക്കണം. അപ്പോഴത് ഐസായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഡെൽറ്റ ക്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്കൊന്ന് ഗ്രാം മാറ്റാം. അതൊരു കിലോഗ്രാം ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഡെൽറ്റ ക്യൂ കാണാൻ ഫേസ് ചേഞ്ച് ഉണ്ടോ? ഇല്ല. കാരണം ഫേസ് ചേഞ്ച് ആവണമെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിന്റെ മേലെ പോകണം. എന്നാലേ ആ ഐസ് ഹീറ്റ് ചെയ്താൽ വാട്ടർ ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഡെൽറ്റ ക്യൂ കാണാനുള്ള ഇക്വേഷൻ MC ഡെൽറ്റ ടി ആണ്. M എന്ന് പറഞ്ഞാൽ 10 കിലോഗ്രാം ആണ്. കിലോഗ്രാം ആണെങ്കിൽ സീന്റെ വാല്യൂ 0.5 കലോറി പെർ ഗ്രാം അല്ലേ പറഞ്ഞത്? കിലോഗ്രാം ആണെങ്കിൽ 0.5 കിലോ കലോറി പെർ
കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാ -15 -30 ആയാൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് വരിക. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് പോയി കിലോഗ്രാം പോയാൽ നമുക്കിവിടെ വരുന്നത് 20 × 5.5 എന്ന് പറഞ്ഞാൽ ടണ്ണായി. 10 × 10 100 കിലോ കലോറിയായി. അത് ജൂളിലാക്കണമെങ്കിൽ 100 × 4.2 കിലോ ജൂളായി ഈക്വൽ ടു 420 കിലോ ജൂൾ എന്നാണ് ആൻസർ. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കലോറി പെർ ഗ്രാമിന്റെ വാല്യൂ പഠിച്ചാൽ മതി. കലോറി പെർ ഗ്രാം എന്നിട്ട് അത് കിലോ ആക്കണമെങ്കിൽ കിലോ കലോറി പെർ കിലോഗ്രാം ആക്കുക. എന്നിട്ട് പിന്നീട് എന്താക്കിയാൽ മതി, ജൂളാക്കി മാറ്റിയാൽ മതി. പക്ഷെ ചില സമയത്ത് സി എന്ന ആള് ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസിൽ തരും. അപ്പോൾ നിങ്ങൾക്ക് സി എന്നത് ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നതെങ്കിൽ മാസ് കിലോഗ്രാമിൽ കൊടുക്കണം, കിട്ടുന്ന ഹീറ്റ് ജൂളിലായിരിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ ഒരു ഇക്വേഷനുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇനി ഫേസ് ചേഞ്ച് വരുമ്പോഴാണ് ഫേസ് ചേഞ്ച് വരുന്ന സമയത്ത് ഹീറ്റിന്റെ ഇക്വേഷൻ ΔQ = ml ആണ്. L എന്ന് പറഞ്ഞാൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആവാം, വേപ്പറൈസേഷൻ ആവാം. അപ്പോൾ നമുക്ക് എല്ലിന്റെ വാല്യൂ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ ഐസിന്റെ എടുത്തിട്ടാണ് പറയുന്നത്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഐസിൻ്റെ വരുന്നത് 80 ആണ്. 80 കലോറി പെർ ഗ്രാം. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കിയാൽ 80 കിലോ കലോറി പെർ കിലോഗ്രാം. അല്ലെങ്കിൽ 80 × 4.2 ജൂൾ പെർ ഗ്രാം. അല്ലെങ്കിൽ 80 × 4.2 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇങ്ങനെയാണ് വാല്യൂ വരിക. അടുത്തൊരു വാല്യൂ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ഓഫ് വാട്ടർ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, വാട്ടറിൻ്റെതാട്ടോ, അത് എല്ലാവരും അല്ല, ഞാൻ പറഞ്ഞത് ഐസും വാട്ടറും മാത്രമേ ഇപ്പം പറഞ്ഞിട്ടുള്ളൂ. സി ആണെങ്കിൽ അത് കോപ്പറിന് മാറും, സ്റ്റീലിന് മാറും, ഓരോരുത്തർക്ക് പറയാം. അപ്പോൾ എഴുതേണ്ട രീതി ഇങ്ങനെയാണ്. അപ്പോൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വാട്ടർ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ 580 കലോറി പെർ ഗ്രാം ആണ്. അല്ലെങ്കിൽ 580 കിലോ കലോറി പെർ കിലോഗ്രാം. അല്ലെങ്കിൽ 580 × 4.2 ജൂൾ പെർ ഗ്രാം. അല്ലെങ്കിൽ 580 × 4.2 കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ വാല്യൂസ് എഴുതുക. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ എഴുതിയപ്പോൾ ഡിഗ്രി സെൽഷ്യസ് മറന്നുപോയതല്ല. ഇവിടെ ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചറിൽ മാറ്റം വരില്ല. ആ ടെമ്പറേച്ചർ ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസിനെ നമ്മൾ ചൂടാക്കിയാൽ അത് മുഴുവനായിട്ട് വാട്ടർ ആയിട്ട് മാറും. 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് മുഴുവനായി വാട്ടർ ആയിട്ട് മാറും. എത്ര ടെമ്പറേച്ചറിൽ? 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ വാട്ടറായി മാറിയതിന് ശേഷമേ പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ് ഡ്യൂറിങ് ഫേസ് ചേഞ്ച് എന്ന കാര്യവും ഇവിടെ ഓർത്തു വെക്കണം. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വാല്യൂകൾ കാണാതെ പഠിച്ചാൽ വാട്ടറും ഐസും ചേർന്നിട്ടാണ് ഒരുപാട് നമ്മൾക്ക് എന്ത് വരിക, ക്വസ്റ്റ്യൻസ് വരിക. അങ്ങനെയാണെങ്കിൽ ആ എല്ലാ വാല്യൂകളും ഞാൻ ഒറ്റ യൂണിറ്റിൽ മാത്രം എഴുതുകയാണ്. സി വാട്ടർ എത്രയാ? 1 കലോറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. സി ഐസോ 0.5 കലോറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഐസ് വാട്ടറിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ പറയുന്നത് ഓർക്കണം.
80 കലോറി പെർ ഗ്രാം ആണ്. അടുത്തത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ 580 കലോറി പെർ ഗ്രാം ആണ്. ഈ വാല്യൂസ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്തു പോകണമെങ്കിൽ ഇത് കാണാതെ പഠിക്കണം തന്നെ നന്നാവും. കാരണം ആ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ ഇതന്നെ ആയിരിക്കും. ഇതിന്റെ മാറ്റങ്ങൾ ഇപ്പോൾ ജൂളിലുള്ള വാല്യൂ ഒക്കെ ആയിരിക്കും തരിക. അപ്പോൾ മിക്കവാറും ഈ വാല്യൂ തന്നെയാവും. മാറ്റം ഉണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ ഇങ്ങനെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. 10 gram ice at -10 degree Celsius ഹീറ്റ് ചെയ്തിട്ട് വാട്ടർ അറ്റ് 100 degree Celsius ആയിട്ട് മാറണമെങ്കിൽ ഹീറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ആദ്യം -10 degree Celsiusലെ ഐസ് 0 degree Celsiusലെ ഐസ് തന്നെയായി മാറണം. അപ്പൊ ഇവിടെ ഫേസ് ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഈ ഹീറ്റ് വരിക MC ഡെൽറ്റ ടി ആണ്. എം എന്ന് പറയുന്നത് 10 ഗ്രാം ആയതുകൊണ്ട് സി ഞാൻ 0.5 എന്ന് കൊടുത്തു, കലോറിയിലാണത്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ -10 to 0 ആണ്. അപ്പൊ 10 ആണ് ഡെൽറ്റ ടി വരിക, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഈക്വൽ ടു നമുക്ക് ആൻസർ എത്രയാ വരിക 550 കലോറി എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റേജില് 0 degree Celsiusലെ ഐസ് 0 degree Celsiusലെ വാട്ടർ ആയി മാറണം. അപ്പൊ ഇവിടെ ഫേസ് ചേഞ്ച് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂന്റെ ഇക്വേഷൻ വരുന്നത് ML ആണ്. എം എന്ന് പറയുന്നത് മാറുന്നില്ല, 10 ആണ്. ഗ്രാമിലായതുകൊണ്ട് 80 കലോറി പെർ ഗ്രാം ഈക്വൽ ടു 800 കലോറി എന്ന് കിട്ടും. ഇനിയുമുണ്ട് 0 degree Celsiusലെ വാട്ടർ 100 degree Celsiusലെ വാട്ടർ ആയി മാറണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഫേസ് ചേഞ്ച് ഇല്ല. അപ്പൊ ഡെൽറ്റ ക്യൂന്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാ MC ഡെൽറ്റ ടി. ആ എം എന്ന് പറയുന്നത് 10 തന്നെയാണ്. പക്ഷെ സി എന്ന് പറയുന്നത് ഐസുള്ള ആള് മാറിയിട്ട് എന്തായി വാട്ടർ ആയി മാറി. അപ്പൊ സി 1 ആണ്. ഇൻറ്റു ഡെൽറ്റ ടി വരുന്നത് 100 ആണ്, 0 to 100. അപ്പൊ നമുക്ക് വരിക 1000 കലോറി എന്നാണ്. അപ്പൊ ഇത് ടോട്ടൽ നമ്മൾ ആഡ് ചെയ്താൽ 1850 എന്നാണ് നമുക്ക് ആൻസർ വരിക. അത്രയും കലോറി അത് ജൂളിലാക്കണമെങ്കിൽ ആക്കാം. അപ്പൊ ഇതാണ് ഹീറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആദ്യത്തെ ഒരു പ്രോബ്ലം ഇത് ചെയ്ത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇനി ഇതിലെ ഓരോ വകഭേദങ്ങൾ നോക്കാം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് മാറി വരുന്നതെന്ന്. ഇതില് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന് പറയുന്നത് രണ്ടാളുകളെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന് പറഞ്ഞാൽ രണ്ടാളുകളെ നമ്മൾ മിക്സ് ചെയ്താൽ, ആരും ആയിക്കോട്ടെ, ആരൊക്കെ തമ്മിൽ മിക്സ് ചെയ്താലും ഒരാൾക്ക് ഹീറ്റ് ലോസ് ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് എന്തായിരിക്കും ഹീറ്റ് ഗെയിൻ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം ഹീറ്റ് ലോസ് ഈക്വൽ ടു ആരായിരിക്കും ഹീറ്റ് ഗെയിൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഒരേ ഫേസിലുള്ള ആളുകളാണെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം. സെയിം ഫേസ് ആണെങ്കിൽ ലിക്വിഡുമാണ് നമ്മൾ എന്ത് ചെയ്തത് മിക്സ് ചെയ്തതെങ്കിൽ നോക്കാം. ഇപ്പൊ ഞാന് ഇവിടെ ഒരു ലിക്വിഡ് ഉണ്ട്,
ആ ലിക്വിഡിന്റെ മാസ് വരുന്നത് m1 ആണ്. അതിന്റെ സ്പെസിഫിക് ഹീറ്റ് വരുന്നത് C1 ആണ്. അതിന്റെ ടെമ്പറേച്ചർ വരുന്നത് T1 ആണെങ്കിൽ അടുത്ത ഒരു ബീക്കറിൽ മറ്റൊരു ലിക്വിഡ് ഉണ്ട്, ഫേസ് ചേഞ്ച് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ M2 ആണ്, ഇതിന്റെ സ്പെസിഫിക് ഹീറ്റ് C2 ആണ്, ഇതിൻ്റെത് T2 ആണെങ്കിൽ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിക്സ്ചറിന്റെ ടെമ്പറേച്ചർ ആണ് T മിക്സ് എങ്കിൽ നിങ്ങൾക്ക് T2 ആണ് വലുതെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കുറയും, T1 ചെറുതാണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കൂടും. അതാണ് സംഭവിക്കുക. അപ്പൊ നമ്മൾ ഏതെടുത്ത് പോയാലും കുഴപ്പമില്ല, എങ്ങനെ ചെയ്താലും ഞാൻ അസ്യൂം ചെയ്യുന്നു T1 ആണ് ചെറുത്, T2 ആണ് വലുത്. അങ്ങനെയാണെങ്കിൽ ഈ T1 ടെമ്പറേച്ചർ കൂടിയിട്ട് എത്രയായി? T മിക്സ് ആയി. T2 ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് T മിക്സ് ആയി. അപ്പോ ഒന്നാമത്തെ ആൾക്ക് ഹീറ്റ് എന്താണ്? ഗെയിനാണ്. ഈക്വൽ ടു രണ്ടാമത്തെ ആൾക്ക് എത്രയാ? ലോസ് ആണ്. അപ്പൊ ഹീറ്റ് ഗെയിൻ ഈക്വൽ ടു എന്താവണം? ഹീറ്റ് ലോസ് ആവണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹീറ്റ് ഗെയിൻ, ഇയാൾക്ക് ഹീറ്റ് ഗെയിൻ ആണെങ്കിൽ MC ഡെൽറ്റ ടി ആണല്ലോ ഇക്വേഷൻ. അപ്പൊ M1 C1 ഫൈനൽ മൈനസ് ഇനീഷ്യൽ T മിക്സ് മൈനസ് T1 ആണ് ഈക്വൽ ടു T മിക്സ് ആണല്ലോ വലുത് വരിക, ഇവിടെ വലുത് T2 ആണ്. അപ്പൊ M2 C2 T2 മൈനസ് T മിക്സ് എന്ന് എഴുതണം. കാരണം ഇനി ഹീറ്റ് ലോസ് ആണ്, പിന്നെ അത് മാത്രമല്ല T2 ആണ് വലുത്. ഇനി ഇത് നിങ്ങൾ T മിക്സ് കണ്ടുപിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ വരിക. T മിക്സ് ഈക്വൽ ടു M1 C1 T1 പ്ലസ് M2 C2 T2 ഹോൾ ഡിവൈഡഡ് ബൈ M1 C1 പ്ലസ് M2 C2. ഇതാണ് T മിക്സിന്റെ ഇക്വേഷൻ വരിക. ഞാൻ ഇതേപോലെ ഒരാളെയും കൂടെ എന്ത് ചെയ്യാണ്? മിക്സ് ചെയ്യാണെന്ന് കരുതുക. ഞാൻ ആ ഇക്വേഷൻക്ക് ഒന്നുകൂടെ വരാം. പക്ഷെ ഞാൻ മിക്സ് ചെയ്തപ്പോൾ എത്ര ആളല്ല? രണ്ടാളല്ല എങ്കിൽ എപ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് നോക്കണം, സെയിം ഫേസ് ആണ്. 3 ആളുകളെയാണ് ഞാൻ മിക്സ് ചെയ്തത് എന്ന് കരുതുക. മൂന്നാമത്തെ ഒരാളുടെ മാസ് എത്രയാണ്? M3 ആണ്, C3 ആണ്, ടെമ്പറേച്ചർ T3 ആണെങ്കിൽ അപ്പൊ നമുക്ക് ഇങ്ങനെ കരുതാം. ഇതിന് ഹീറ്റ് ഗെയിൻ ആണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ അസ്യൂം ചെയ്തു പോവാം, പക്ഷെ കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും. നിങ്ങൾ വേറെ രീതിയിൽ അസ്യൂം ചെയ്ത് പോയിക്കോളൂ. ഇതിന് ഗെയിൻ ആണ്, ഇതിന് ഗെയിൻ ആണ്, ഇതിന് ലോസ് ആണ്. അങ്ങനെയാണ് ഞാൻ എടുത്തതെങ്കിൽ നോക്കൂ, ഇതാണ് T മിക്സ്. അപ്പൊ T3 കുറഞ്ഞിട്ട് T മിക്സ് ആയി, T2 കൂടിയിട്ട് T മിക്സ് ആയി, അതേപോലെ T1 കൂടിയിട്ടും T മിക്സ് ആയാൽ ഇതിന് രണ്ടിനും എന്താണ്? ഗെയിൻ ആണ്, ഇതിന് ലോസ് ആണ്. ഈ ഗെയിനുകൾ ഈക്വൽ ടു ഈ ലോസ് ആവും. അപ്പൊ എങ്ങനെ ഞാൻ എഴുതും? ഒന്നാമത്തെ ഗെയിന് M1 C1 T മിക്സ് മൈനസ് T1, അതിനാണല്ലോ ഗെയിന്, പ്ലസ് ഇതിനും ഗെയിനാ. അപ്പൊ M2 C2 T മിക്സ് മൈനസ് T2 ഈക്വൽ ടു ഇവന് ലോസാ M3 C3 T3 മൈനസ് T മിക്സ് എന്നാണ് വരും. ഇതിൽ നിന്ന് ഞാൻ ആ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് T മിക്സ് കണ്ടുപിടിച്ചാൽ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഞങ്ങൾക്ക് ആൻസർ കിട്ടുക. എങ്ങനെയാണെന്നറിയോ? M1 C1 T1 പ്ലസ് M2 C2 T2 പ്ലസ് M3 C3 T3 all divided by M1 C1 plus M2 C2 plus M3 C3. അപ്പൊ ഇതാണ് സെയിം ഫേസിലുള്ള ആളുകളെ മിക്സ് ചെയ്താൽ ശ്രദ്ധിക്കേണ്ടത്.
അപ്പൊ ഇനി ഈ കൺസെപ്റ്റുകളൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആ ഇക്വേഷൻ ഞാൻ അവസാനം എഴുതിയത് മാത്രം നോക്കിയാൽ മതി. 3 ആളുകളെ മിക്സ് ചെയ്തിട്ട് 2 ആളുകളെ നമുക്ക് വരുള്ളൂ. 3 ആളും വന്നാൽ നമ്മുടെ ടി മിക്സിന്റെ ഇക്വേഷൻ ആണ് ആദ്യം നോക്കേണ്ടത്. എന്താ ടി മിക്സിന്റെ ഇക്വേഷൻ കിട്ടിയത്? M1C1T1 പ്ലസ് M2C2T2 പ്ലസ് M3C3T3 ഹോൾ ഡിവൈഡഡ് ബൈ M1C1 പ്ലസ് M2C2 പ്ലസ് M3C3. ഇനി അടുത്തത് ഇതേ ടി മിക്സിന്റെ ഇക്വേഷൻ തന്നെ നമ്മൾ എഴുതുകയാണ്. പക്ഷേ ക്വസ്റ്റ്യനില് ഇങ്ങനെ പറഞ്ഞിരുന്നു 3 ഒരേ ലിക്വിഡാണ്. ഒരേ ലിക്വിഡാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? അവിടുത്തെ സി എല്ലാത്തുനിന്നും കട്ട് ചെയ്തു പോകും. ഇപ്പോൾ വാട്ടർ ആണ് 3 ആൾ മിക്സ് ചെയ്തെങ്കിൽ സി കട്ട് ചെയ്തു പോകും. അങ്ങനെ ആയിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസും മിക്കവാറും വരിക. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക? M1T1 പ്ലസ് M2T2 പ്ലസ് M3T3 ഹോൾ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. അടുത്ത കേസിൽ വരാവുന്നത് മാസും ഈക്വൽ ആണെങ്കിൽ ടി മിക്സ് ഈക്വൽ ടു T1 പ്ലസ് T2 പ്ലസ് T3 ഹോൾ ഡിവൈഡഡ് ബൈ 3. അപ്പൊ നോക്കിയാ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് വരിക. ഇനി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട T1, T2, T3 ഉണ്ടല്ലോ. നിങ്ങൾക്ക് തന്നത് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഏതില്? ഡിഗ്രി സെൽഷ്യസിൽ. എല്ലാം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതും ഏതിലായിരിക്കും? ഡിഗ്രി സെൽഷ്യസിലാവും. അതല്ല നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കെൽവിനിലാണെങ്കിൽ, എല്ലാം കെൽവിനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതും ഏതിലായിരിക്കും? കെൽവിനിലായിരിക്കും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഡെൽറ്റ ടി വെച്ചിട്ടാ പോയത്. അപ്പൊ ഏതിലും കൊടുക്കാം. ഡെൽറ്റ ടി അല്ലായിരുന്നെങ്കിൽ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. അപ്പൊ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അതിൽ നിങ്ങൾക്ക് ഒരിക്കലും ഡിഗ്രി സെൽഷ്യസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ലാത്ത സാധനം ഡെൽറ്റ ടി വരുന്നിടത്താണ്. അത് നല്ലോണം ശ്രദ്ധിക്കണം. ഇത് കുറച്ചൊരു സിമ്പിളായ കാര്യമാണ്. സെയിം ഫേസിലുള്ള ആളുകളെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി സെയിം ഫേസിലല്ല, ഒരാള് 2 ഫേസുകൾ ഉണ്ട് എന്ന് കരുതുക. 2 ഫേസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇക്വേഷൻസ് മാറും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. നോക്കൂ, ഇപ്പോ ഐസും വാട്ടറും മിക്സ് ചെയ്തു എന്ന് കരുതുക. ഐസും വാട്ടറും മിക്സ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ സംഭവിക്കുന്നത് എന്താ? സോളിഡും ലിക്വിഡാണ്. അവിടെ ML വരും. അവിടെയാണ് ആ പ്രശ്നം കിടക്കുന്നത്. ML ഉണ്ടാവും, പിന്നെ ആരും ഉണ്ടാവും? MC ഡെൽറ്റ ടി ഉണ്ടാവും. അങ്ങനത്തെ കേസുകളാണ് ഡിഫറൻറ്റ് ഫേസുകൾ വരുന്നത്. ആ ഡിഫറൻറ്റ് ഫേസിൽ തന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ വരാം. ഒന്ന്, ഒരു ML വരും, പിന്നെ 2 MC ഡെൽറ്റ ടി വരും. എന്താന്ന് ഞാൻ പറയാം. അടുത്തത് വരുന്നത് ഡിഫറൻറ്റ് ഫേസിൽ തന്നെ ഒരു ML വരും, 3 MC ഡെൽറ്റ ടി വരും. അതെങ്ങനെ വരുന്നത് നോക്കാം. മിക്സ് ചെയ്യുന്നത് നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് അത് പറയുന്നത്. 0 ഡിഗ്രി സെൽഷ്യസിലെ ഐസും 60 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറുമാണെങ്കിൽ ഇവിടെ ഒരു ML ഉം 2 MC ഡെൽറ്റ ടി ആണ് വരിക. എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഞാൻ -10 ഡിഗ്രി സെൽഷ്യസിലെ ഐസും അതേപോലെ
ഒരു 70 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറുമാണ് മിക്സ് ചെയ്തതെങ്കിൽ അവിടെ 1 ml 3 mc ഡെൽറ്റ ടിയും വരും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നോക്കിയാ ഇതാണ് ഐസ് എങ്കിൽ ആ ഐസുമായിട്ട് ഇവിടെ ഒരു വാട്ടറും കൂടെ മിക്സ് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടാണ് ഹീറ്റ് പോവുക. ഇതിന് ഹീറ്റ് എന്താണ്? ലോസ് ആണ്. ഇതിനോ ഗെയിൻ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വാട്ടറിൽ വന്ന് നിൽക്കുന്നു കരുതുക. ഇപ്പോ ഇതെത്രയാ? 60 ആണ്. ഇത് 0 ആണ്. ഈ 0 കൂടിയിട്ട് ഇതിൽ 2 പ്രോസസ് ഉണ്ട്. ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറായി ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂടണം. ആ ടെമ്പറേച്ചർ ടി മിക്സ് ആണെങ്കിൽ നോക്കൂ, നമ്മൾ ചെയ്യേണ്ടത് ഈ ഐസ് ആദ്യം ഉരുകണം. ആ ഐസിന് ഗെയിൻ ആണല്ലോ. അപ്പൊ ആ ഗെയിന് 1 ആരാ? ml ആണ്. ആ m എന്ന് പറയുന്നത് ഐസിൻ്റെതാണ്. അപ്പൊ m ഐസ് ഇൻറ്റു L ഫ്യൂഷൻ ആണ്. ഈക്വൽ ടു അല്ല, ഇനിയും ഇത് ചിലപ്പോ വീണ്ടും ഹീറ്റ് കിട്ടിയിട്ട് ഒരു വാട്ടർ ആയിട്ട് ഒരു 10 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ആവുമെങ്കിൽ അതാണല്ലോ ടി മിക്സ്. അങ്ങനെയാണെങ്കിൽ പ്ലസ് ഇതിന് ഈ ഐസിന്റെ മാസാണ്, പക്ഷെ അതിപ്പോ വാട്ടർ ആയി. ആ ഐസിന്റെ മാസ് തന്നെയാണ് ഞാൻ എടുക്കേണ്ടത്. അതിനൊരു MC ഡെൽറ്റ ടി കൊടുത്താൽ ഞാൻ ആദ്യം ഐസ് തന്നെയാണ് എടുക്കുന്നത് മാസിന്, പക്ഷെ അത് വാട്ടർ ആയിട്ടുണ്ട്. അപ്പൊ സി വാട്ടറിനാ കൊടുക്കുക ഇൻറ്റു ടി മിക്സ് -0 ഈക്വൽ ടു ഇതിന് ലോസാ വരുന്നത്. അപ്പൊ അവിടെ എടുക്കേണ്ട മാസ് ഇതിന് ഫേസ് ചേഞ്ച് ഇല്ല. അപ്പൊ അതിനെടുക്കേണ്ട മാസ് എത്രയാ? m വാട്ടർ ആണ് ഇൻറ്റു സി കൊടുക്കേണ്ടത് സി വാട്ടർ ആണ് ഇൻറ്റു ഇതിന്റെ ടെമ്പറേച്ചർ ഒരു T1 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ടി മിക്സ് -T1 ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇവിടെ ഒരു ml ഉണ്ട്, ഒരു MC ഡെൽറ്റ ടി ഉണ്ട്, അപ്പുറത്ത് ഒരു MC ഡെൽറ്റ ടി. ഒരു ml 2 MC ഡെൽറ്റ ടികൾ വന്നു. ഇനി പ്രശ്നം, നിങ്ങൾ ഈ ടി മിക്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടിയെന്ന് കരുതുക. ഇതിന്റെ ടെമ്പറേച്ചർ 0 ആണ്, ഇതിൻ്റെത് എത്രയാ? ഒരു 60 ആണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതിനിടയിലല്ലാത്ത ഒരു ടെമ്പറേച്ചർ വന്നാൽ 0ക്ക് പകരം ഒരു -5 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ വന്നാൽ അത് തെറ്റാണ്. അതിനർത്ഥം ആ ഐസിനെ മൊത്തം ഉരുക്കാനുള്ള ഹീറ്റ് ഈ വാട്ടറിന്റെ കണ്ടന്റിൽ ഇല്ല. അപ്പൊ കുറച്ച് ഐസ് എന്ത് ചെയ്യും? ഉരുകും. കുറച്ച് ഐസ് ഉരുകാതെ അവിടെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മിക്സറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആവും. നിങ്ങൾ ഇത് വഴി ചെയ്തു വരുന്ന ടി മിക്സ് നെഗറ്റീവ് ആണെങ്കിൽ മിക്സറിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. മിക്സറിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ ഈ 3 MC ഡെൽറ്റ ടി ഉള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ടി മിക്സ് നെഗറ്റീവ് കിട്ടിയാൽ അവിടെ അർത്ഥം എന്താണ്? ആ ഐസ് മുഴുവനായിട്ട് ഉരുകിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അപ്പൊ മിക്സറിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. നന്നായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ചോദ്യം വരാം, എത്രയാണ് ഐസ് ഉരുകിയത്? എത്രയാണ് ഐസ് ഉരുകിയത് എന്ന ചോദ്യം വരികയാണെങ്കിൽ ഇങ്ങനെയാ ചെയ്യേണ്ടത്. വാട്ടർ നമുക്ക് 60 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ T1 വാട്ടർ ഉണ്ടല്ലോ, ആ സാധനം എന്തായിട്ടുണ്ടാവും എന്നറിയോ? 0 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം മിക്സറിന്റെ ടെമ്പറേച്ചർ 0 ആണല്ലോ. അപ്പൊ അവിടെ റിലീസ് ചെയ്ത ഹീറ്റ് ഉണ്ടല്ലോ, അതാണ് ഐസിനെ ഉരുക്കിയത്. അവിടെ റിലീസ് ചെയ്ത ഹീറ്റ്
എം വാട്ടർ സി വാട്ടർ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ T1 - 0 ഈക്വൽ ടു ഇതല്ലേ ഉരുക്കിയത് ഐസിനെ ആണെങ്കിൽ ഉരുക്കാനുള്ള ഹീറ്റ് ml ആണ്. അപ്പൊ ഞാൻ അവിടെ M-L എന്ന് കൊടുക്കും. എന്താ M- കൊടുക്കാൻ കാരണം? മൊത്തം ഐസ് ഐസ് ആണെങ്കിലും അത് മൊത്തം ഉരുകിയിട്ടില്ല. അപ്പൊ ഉരുകിയത് M- ആണെന്ന് കരുതിയാൽ M-L എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് M- നമ്മൾ സോൾവ് ചെയ്തെടുത്താൽ എന്തായിരിക്കും? ഉരുകിയ ഐസിന്റെ മാസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, ടോട്ടൽ വാട്ടർ കണ്ടന്റ് വരിക ആ വാട്ടർ ആദ്യമുള്ള വാട്ടർ പ്ലസ് M- ഉരുകി, ഇതാണ് ടോട്ടൽ വാട്ടർ കണ്ടന്റ് വരിക. ഐസോ ഐസിൽ നിന്ന് എത്ര ഉരുകി? M- ഉരുകിയാൽ ബാക്കിയുള്ള ഐസ് ഇത്രയായിരിക്കും. ഇതാണ് നമുക്ക് മിക്സിങ്ങിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാനിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. ഫൈവ് gram ഓഫ് ഐസ് അറ്റ് 0 degree Celsius. ഇത് നോക്കണം, ഇത് 0 degree Celsius ആണെങ്കിൽ 1 ml 2 mc∆T ആവും വരുന്നുണ്ടാവുക. ക്വസ്റ്റ്യൻ ഇതാണ്, 10 gram വാട്ടർ അറ്റ് 30 degree Celsius. ഇത് മിക്സ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ ml പ്ലസ് mc∆T ഈക്വൽ ടു ഇതിന്റെ mc∆T ചെയ്യുകയാണെങ്കിൽ ml എന്ന് പറയുമ്പോൾ 5 × 80 പ്ലസ് 5 ഇൻറ്റു ആ ഐസ് ഇനി വാട്ടർ ആയി ഇൻറ്റു വാട്ടർ എത്രയാ? വാട്ടറിന്റെ സി എന്നാൽ 1 ആണ്. ഇൻറ്റു ∆T എന്ന് പറഞ്ഞാൽ T മിക്സ് -0 ഈക്വൽ ടു ഇതിന്റെ mc∆T വാട്ടറിന്റെ 10 × 1 × 30 - T മിക്സ് ആണ് വരിക. ഇതൊന്ന് ഞാൻ ടി മിക്സ് കണ്ടാൽ 5 എത്രയാ? 40 400 പ്ലസ് ഇവിടെ 5 ടി മിക്സ് ഈക്വൽ ടു 10 × 30 300 മൈനസ് 10 ടി മിക്സ് എന്നാണ് കിട്ടുക. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 400 - 300 എത്രയാ? 100 ഈക്വൽ ടു -15 ടി മിക്സ് ആണ്. അപ്പൊ ടി മിക്സ് ഈക്വൽ ടു -100/15 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0യും 30 അല്ലേ, മൈനസ് വരാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ടി മിക്സ് എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഐസ് മൊത്തം ഉരുകിയിട്ടില്ല, കുറച്ച് ഉരുകി എല്ലാവരും 0 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുകയാണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എത്ര ഐസാണ് ഉരുകിയത് എന്നറിയണം. എത്ര ഐസാണ് ഉരുകിയത് എന്നറിയണമെങ്കിൽ ഈ 30 ഡിഗ്രി സെൽഷ്യസ് അപ്പൊ എവിടെ എത്തി? 0 ഡിഗ്രി സെൽഷ്യസിലെത്തി. അപ്പൊ ഇതുവഴി കിട്ടുന്ന ഹീറ്റ് mc∆T ആണ് ഈക്വൽ ടു ആ mc∆T ആണ് ഐസിനെ ഉരുക്കുന്നത് M-L. അങ്ങനെയാണെങ്കിൽ വാട്ടറിന്റെ മാസ് 10 ആണ്, സി 1 ആണ്, ∆T 30 ആണ് ഈക്വൽ ടു M' × L എന്ന് പറയുന്നത് എത്രയാ? 80. അപ്പൊ നമുക്ക് വരിക 300/80 ഈക്വൽ ടു M' എന്ന് കിട്ടും. 30/8 പറയുമ്പോ 15/4 7.5/2 3.75. അപ്പൊ M' ഈക്വൽ ടു 3.75 gram ആണ് വരിക. അത്രയും ഐസ് ഉരുകി. അപ്പൊ ടോട്ടൽ വാട്ടർ കണ്ടന്റ് എത്രയാണ്? ടോട്ടൽ വാട്ടർ കണ്ടന്റ് ഇതും അതും 13.75 gram ആണ്. ഐസ് എത്രയാ ടോട്ടൽ വരിക?
5ന് അത്രയും പോയി കഴിഞ്ഞാൽ 1.25 ഗ്രാം ആണ് ആ മിക്സറിൽ ഉണ്ടാവുക. അപ്പൊ ഇത് തന്നെ കുറെ ചെയ്യാനുള്ളത് കൊണ്ട്, ചെയ്യാനാണ് കുറെ ഒന്നുമില്ല, സിമ്പിളാണ്, പക്ഷെ അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഞാൻ ആ 3 MC∆T ഉള്ളത് പറയുന്നില്ല. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അത് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലുള്ള കാര്യങ്ങൾ നോക്കുക കേട്ടോ, പഠിക്കാൻ കഴിയുമെന്ന് നോക്കുക. എക്സാമ്പിള് ഇതാണ്. -50 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 10 ഗ്രാം ആണ്. ഇവിടെ ഒരു 10 ഗ്രാം വാട്ടർ ഉണ്ട് അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇതിന് ഹീറ്റ് ഗെയിൻ ആയിരിക്കും. അപ്പൊ ആദ്യം ഇത് 0 ഡിഗ്രി സെൽഷ്യസിലെ ഐസ് ആയി മാറണം. അവിടെ MC∆T ആണ്. ഐസിന്റെ MC∆T എം എത്രയാ? 10 ഇൻറ്റു സി എത്രയാ? 0.5 ആണ്, ഇൻറ്റു ∆T എത്രയാ? -50 to 0 50 പ്ലസ് വീണ്ടും ML വരാം. ML എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് ലാറ്റൻ ഹീറ്റ് ആണല്ലോ അല്ലെ. അത് വരുന്നത് നോക്കൂ, 50 ഇൻറ്റു ഇവിടെ നമുക്ക് ML എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 80 ആണ്. 10 ഇൻറ്റു 80 എന്ന് പറഞ്ഞാൽ 800 ആയി. അപ്പൊ ഇതാണ്, ഇത് 0 ഡിഗ്രി സെൽഷ്യസിലെ ഐസ് ആവണമെങ്കിൽ കിട്ടേണ്ട ഹീറ്റ് ഇതാണ്. അത് എവിടുന്നാ കിട്ടേണ്ടത്? ഈ വാട്ടർ എന്നാണ്. അതും ഇത് കിട്ടണമെങ്കിൽ ഈ വാട്ടർ 0യിലേക്ക് വരണം. അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇവിടെ ഈ വാല്യൂ ഒന്ന് കണ്ടുനോക്കാം. ഇപ്പൊ ഇതുവരെ ഞാൻ കാൽക്കുലേഷൻ ചെയ്ത് നിർത്തുകയാണെങ്കിൽ എവിടെ വരെ എത്തിപ്പത്? ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 50 എത്രയാ? 250 പ്ലസ് 800 ഈക്വൽ ടു 1050 കലോറി എന്നാണ് വേണ്ടത്. അപ്പൊ ഈ ഐസ് ഹീറ്റ് ചെയ്ത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് ആവണമെങ്കിൽ ഇത്രയും ഹീറ്റ് വേണം. ഇത് നടക്കുമെന്ന് നോക്കാം നമുക്ക് ആദ്യം. ഇത് നടക്കണമെങ്കിൽ ഈ വാട്ടർ ടോട്ടലായിട്ട് താഴോട്ട് 0യിൽ എത്തണം. അങ്ങനെ 0യിൽ എത്തണമെങ്കിൽ നോക്കിയാ ഇതിന്റെ MC∆T 0യിൽ എത്തിന്ന് കരുതിയാൽ 0 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ആയാൽ ലഭിക്കുന്ന ഹീറ്റ് MC∆T ഈക്വൽ ടു 10 ഇൻറ്റു 1 ഇൻറ്റു 60 ഈക്വൽ ടു 600 കലോറി. അപ്പൊ നോക്കിയാ ഇത് 0യിൽ എത്തണമെങ്കിൽ വേണ്ടത് 1050 വേണം. പക്ഷെ ഇതിന് 0യിൽ എത്തിയാൽ കൊടുക്കാൻ പറ്റുക എത്രയാ? 600 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഇവിടെ എത്തൂല എന്ന് മനസ്സിലായി. ഇത് താഴോട്ട് നല്ലോണം ഇറങ്ങി വരണം എന്നും മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പകുതിയിൽ വെച്ച് നിർത്താം. ഇത് 0 ഡിഗ്രി സെൽഷ്യസിലെ ഐസ് ആവാനുള്ള വാല്യൂ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഈ 600 ഇത് 0യിൽ കറങ്ങി വന്നാൽ ഇതിനെ ടോട്ടൽ 0 ആക്കാൻ വേണ്ട, ഐസ് ആക്കാൻ വേണ്ട 250 അതിലുണ്ട്. അപ്പൊ ഇത് ഐസായി 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസായിട്ട് മാറി. അപ്പൊ നോക്കൂ, ഇതിന് വന്ന ട്രാൻസ്ഫോർമേഷൻസ് ഇങ്ങനെയാണ്. ഇത് 0 ഡിഗ്രി സെൽഷ്യസിലെ ഐസായിട്ട് മാറി, അത് ഓക്കെയാണ്, 10 ഗ്രാം ആണ്. ഇതിന് വേണ്ടത് എത്രയാ? 250 ആണ് കലോറി. അത് ഇവിടുന്ന് കൊടുത്തു. ഈ 600 250 കലോറി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എത്രയാണ്? 350 വരും അല്ലെ. 350 കലോറി ബാക്കിയുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഐസിനെ ടോട്ടൽ വാട്ടർ ആക്കണമെങ്കിൽ വേണ്ടത് 800 ആണ്. പക്ഷേ അത്രയും ഹീറ്റ് ഇവിടെ ഇല്ല. അപ്പോ എന്താ സംഭവിക്കുക? ഈ 350 കൊണ്ട് നമുക്ക് ഉരുക്കാവുന്ന ഐസിന് ഉരുക്കുക. ഫുള്ളായിട്ട് ഉരുക്കാൻ പറ്റൂല, ഉരുക്കാവുന്ന ഐസിന് ഉരുക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ നോക്കൂ, ഞാൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി 350 കലോറിയാണ്, ഈക്വൽ ടു അതുകൊണ്ട് ഉരുക്കാവുന്ന ഐസിന് M' L എന്ന് എഴുതി.
ഈക്വൽ ടു എം ഡാഷ് ഇൻറ്റു 80 അല്ലേ. അപ്പോൾ എം ഡാഷ് ഈക്വൽ ടു എന്താ കിട്ടുക? 350 ഡിവൈഡഡ് ബൈ 80 ഈക്വൽ ടു 35/8 ഗ്രാം. ഐസ് ഉരുകിയിട്ട് വാട്ടർ ആവും. അപ്പൊ നമുക്ക് വാട്ടർ എത്രയ്ക്കാന്ന് നോക്കാം. വാട്ടർ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എത്രയാണ്? 10 പ്ലസ് 35/8 വാട്ടർ ഉണ്ടാവും. ഐസോ ആദ്യമുള്ളത് 10 ആണ്. ആ 10ൽ നിന്ന് എത്ര ഉരുകി? 35/8 ഉരുകി. അത്രയും ഐസ് ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെയാണ് ചെയ്യുക. ഒന്നും കൂടെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നോ ഒന്ന് നോക്കുക കേട്ടോ, ചെയ്ത് നോക്കുക.